വെൽക്കം. റഹ്മാനാണ്. ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസിനെ പറ്റിയാണ് ഈ വീഡിയോ. നമ്മൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസിന്റെ ടൈപ്സ് ആൻഡ് എക്സാമ്പിൾസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാം. സോ ദിസ് ഈസ് പാർട്ട് 1 ആണ്. ആൻഡ് പാർട്ട് 2 നമ്മൾ ഇതിന്റെ മെക്കാനിസംസ് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആൻഡ് ഈ പാർട്ട് 1ഉം പാർട്ട് 2ഉം ചേർത്തിട്ട് ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. സോ അതിന്റെ ഒരു എഡിറ്റഡ് ഫോം ആണ് പാർട്ട് 1 ആയിട്ട് ഞാൻ ഇടുന്നത്. സോ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയെ നമ്മൾ HSN എന്ന് നമുക്ക് അബ്രിവേറ്റ് ചെയ്യാം. നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധത്തിനാണ് ഇമ്മ്യൂൺ സിസ്റ്റം നമുക്ക് വേണ്ടത്. നമ്മുടെ ജീവന് അപകടകരമാവുന്നതിനെ തടയുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു ബേസിക് ഫംഗ്ഷൻ. പക്ഷെ ചിലപ്പോഴെങ്കിലും ശരീരം എടുക്കുന്ന ഇത്തരം നടപടികൾ നമ്മുടെ ജീവന് തന്നെ ഭീഷണിയായേക്കാം, അപൂർവമായിട്ടായാലും. മാത്രമല്ല പലപ്പോഴും നമുക്ക് ഇത് പല വിഷമതകൾ ഉണ്ടാക്കാം. ചിലത് ഈ വിഷമകരമായിട്ടുള്ള രോഗങ്ങളായിട്ട് പരിണമിക്കാം. സോ നമുക്കിത് പലപ്പോഴും അൺഡിസൈറബിൾ ആണ് അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആണ്. ഓക്കെ, സോ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഈസ് എനി ഇമ്മ്യൂൺ റിയാക്ഷൻ ദാറ്റ് ഈസ് എക്സാഗ്രേറ്റഡ്. അമിതമായിട്ട്, എക്സാഗ്രേഷന് മലയാളം എനിക്ക് കിട്ടുന്നില്ല, എക്സാഗ്രേറ്റഡ് ആണ്. സെൻസിറ്റിവിറ്റിയിൽ നിന്ന് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആയിട്ട് മാറുന്നതാണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ്. അബ്നോർമൽ ആൻഡ് എക്സാഗ്രേറ്റഡ്. സോ ഇതിലെ ഈ അബ്നോർമൽ എന്ന വാക്ക് എത്രമാത്രം ശരിയാണ് എന്നതിൽ എനിക്ക് സംശയമുണ്ട്. സോ നമുക്ക് ഉപയോഗിക്കാവുന്ന വാക്ക് അൺഡിസൈറബിൾ, നമുക്ക് താല്പര്യമില്ലാത്ത. എക്സാഗ്രേറ്റഡ് റെസ്പോൺസ്, ഇമ്മ്യൂൺ റെസ്പോൺസിനെയാണ് നമ്മൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. സോ അൺഡിസൈറബിൾ, എക്സാഗ്രേറ്റഡ്, ഇമ്മ്യൂൺ റെസ്പോൺസ് ഈസ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി. ഇത് ഒരു ടൈപ്പ് അല്ല, പലതരം ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എങ്കിലും നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത് കൂംബ് ആൻഡ് ജെൽ, ഇവരുടെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. സോ കൂംബ് ആൻഡ് ജെൽ അനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 ആൻഡ് ടൈപ്പ് 4 ഇങ്ങനെ 4 ആക്കി ക്ലാസിഫൈ ചെയ്യാം. പക്ഷെ നമ്മൾ എളുപ്പത്തിന് ഞാൻ അതിനു മുമ്പ് വേറെ രീതിയിൽ ഒന്ന് ക്ലാസിഫൈ ചെയ്യണം. ഒന്ന് ആന്റിബോഡി മീഡിയേറ്റഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ്, HSN. ഇതാണ് നമ്മുടെ ഒരു ക്ലാസിഫിക്കേഷൻ. എന്നിട്ട് ഞാൻ അതിൽ 1നെയും 2നെയും 3നെയും ടൈപ്പ് 1, 2 and 3 ഇത് 3ഉം അങ്ങോട്ടേക്ക് ചേർക്കുന്നു. ദെൻ രണ്ടാമത്തത് സെൽ മീഡിയേറ്റഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി. സോ അതിൽ നമ്മൾ 4 മാത്രം കൊടുക്കും. ഇപ്പൊ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 3ഉം ആന്റിബോഡി മീഡിയേറ്റഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ ആന്റിബോഡി എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഓൺലി സെല്ലാണ്. സോ ഇത് 3ഉം ആന്റിബോഡി മീഡിയേറ്റഡ് ആണ് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ടൈപ്പ് 1 അതിന് നമ്മൾ ഈസി ആയിട്ട് നമുക്ക് എഴുതാവുന്നത് ഒരു നിമോണിക്കിലേക്കാണ് ഞാൻ പോകുന്നത്. ടൈപ്പ് 1നെ നമ്മൾ A ആക്കി, ഇത് C ആക്കി, ഇത് I ആക്കി, ഇത് T. സോ ആസിഡ് എന്താണ്? A ഫോർ വാട്ട്? A ഫോർ അനാഫിലാക്സിസ് ഉണ്ട്, A ഫോർ അറ്റോഫി ഉണ്ട്, A ഫോർ അലർജി. സോ ഇങ്ങനെ വരുന്ന അനാഫിലാക്സ് ആയാലും അറ്റോപ്പിക് ആയാലും അലർജി എല്ലാം ടൈപ്പ് 1 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് C ഞാൻ എഴുതിയത് സൈറ്റോടോക്സിക് എന്ന വാക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്, സൈറ്റോടോക്സിക് ഹൈപ്പർ സെൻസിറ്റിവിറ്റി. ആൻഡ് I നമ്മൾ എഴുതുന്നത് ഇമ്മ്യൂൺ കോംപ്ലക്സ് മീഡിയേറ്റഡ് ആണ്. ആൻഡ് D ഫോർ ഡിലേഡ്. സോ ഇതാണ് പ്രധാനപ്പെട്ട ഒരു നിമോണിക്. ആസിഡ്, സോ അലർജി, സൈറ്റോടോക്സിറ്റി, ഇമ്മ്യൂൺ കോംപ്ലക്സ് ആൻഡ് ഡിലേഡ്. ഇത് മനസ്സിലാവുമ്പോഴത്തേക്കും കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് ഓരോന്നിനും എടുക്കുന്ന സമയം എത്രയാണെന്ന് നോക്കാം. ടൈപ്പ് 1ന് നമുക്ക് മിനിറ്റ്സുകൾ മതി. ഇൻ മിനിറ്റ്സുകൾ കൊണ്ട് കാര്യങ്ങൾ നടക്കും. ആൻഡ് ദിസ് ഈസ് ദ ഫാസ്റ്റസ്റ്റ്, ഏറ്റവും വേഗത്തിൽ ഉണ്ടാവുന്ന അലർജി റിയാക്ഷൻ ഇതാണ്. ടൈപ്പ് 2 ഹവേഴ്സ് ടു ഡേയ്സ്, മണിക്കൂറുകൾ ടു ദിവസങ്ങൾ മതി. ടൈപ്പ് 3 ആണെങ്കിൽ 3 വീക്സ് ഒക്കെയാണ് പറയുന്നത് അതിന്റെ സമയം. ആൻഡ് ഇത് ഡേയ്സ് ടു വീക്സ്. ആൻഡ് ദിസ് ഈസ് ദ സ്ലോവസ്റ്റ്, ഏറ്റവും സ്ലോയിൽ നടക്കുന്നത് ഇതാണ്. ഇനി ടൈപ്പ് 1ൽ ഈ ആന്റിജൻ എന്ന് വെച്ചാൽ എന്താ? ആന്റിജൻ എന്ന് വെച്ചാൽ ഏത് വസ്തുവാണോ ആന്റിബോഡി ഉണ്ടാക്കിയിരുന്നത് അതിനെയാണ് നമ്മൾ ആന്റിജൻ എന്ന് പറയുന്നത്. സോ വി ഹാവ് ടു ടോക്ക് അബൌട്ട് ആന്റിജൻ. ഞാൻ AN എന്നാണ് എഴുതുക ഇവിടെ, സിംപ്ലിഫൈഡ്. ഈ ആന്റിജൻ ഈസ് ഫ്രീ ആന്റിജൻ ആണ്, ഫ്രീ ആയിട്ട് കറങ്ങി നടക്കാവുന്ന ആന്റിജൻ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഫോറിൻ, പുറത്തു നിന്നുള്ളതാണ്, നമ്മുടെ ശരീരത്തിലുള്ളതല്ല. പുറത്തു നിന്ന് ആളുകളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഉദാഹരണം ഇപ്പോൾ ഭക്ഷണത്തിൽ നിന്നാകാം, ഫുഡിൽ നിന്നാകാം ഈ ആന്റിജൻ വരിക. അല്ലെങ്കിൽ പ്രാണികൾ കടിക്കുന്നത് മൂലമായിരിക്കാം, കുത്തുന്നത് മൂലമാകാം. ഇപ്പോൾ ബീ സ്റ്റിങ്സ് അതുമൂലം ഉണ്ടാകുന്ന ആന്റിജൻ ആയിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ മൃഗങ്ങളുടെ രോമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വയറ്റിലൊക്കെ പോകുന്നതുകൊണ്ടായിരിക്കാം. ഓർ ഫംഗസ് ഓർ മോൾസ് ആയിരിക്കാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കാം. ഓർ ഏറ്റവും പ്രധാനമായിട്ട് അധികം ആൾക്കാർക്കുള്ളത് പോളൻസ് ആണ്, ചെടികളുടെ പോളൻസ്, അത് പ്രശ്നമാണ്. ദെൻ മൈറ്റ്സ്, ബെഡിൽ നിന്നൊക്കെയുള്ള മൈറ്റ് ആണ് ഒരുപാട് പേർക്ക് ശ്വാസം മുട്ട്, ആസ്മയൊക്കെ ഉണ്ടാക്കുന്നത്, ഫേമസ് ആണ്. ഓർ ഡ്രഗ്സ്, മരുന്നുകൾ മൂലമുള്ള അലർജി, അതൊരു പ്രധാനപ്പെട്ട പുറത്തുനിന്നുള്ളതാണ്. ഓർ ഈവൻ സ്കിന്നിന് പുറത്ത് മാത്രം ഉണ്ടാവുന്നതാണെങ്കിൽ ലാറ്റക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സം ലോഷൻസ് ആയിരിക്കാം, ഓർ ഈവൻ സം സോപ്പ്. സോ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഈ ആന്റിജൻ ആയിട്ട് വർക്ക് ചെയ്യുക. മാത്രമല്ല ഇങ്ങനെയുള്ള ആൾക്കാരിൽ ഒരു ജനറ്റിക് പ്രീ ഡിസ്പോസിഷൻ ഉണ്ട്.
ഉണ്ട്. കാരണം ഫാമിലീസിൽ കാണാം, റൺസ് ഇൻ ഫാമിലീസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു പ്രത്യേക സ്ഥാനത്തോട് ഒരു കുടുംബക്കാർക്ക് തലമുറകളായി പ്രശ്നമുണ്ടാകാം. എല്ലാ മരുന്നുകളോടും എല്ലാത്തിനോടും ഒരുമിച്ചല്ല, മിക്കവാറും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് ഏതെങ്കിലും 2-3 ഐറ്റംസിനോടായിരിക്കാം പരമാവധി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. പിന്നെ ടൈപ്പ് 2 ആന്റിജൻസ് എന്താണ്? ടൈപ്പ് 2 ആന്റിജൻ, ഇത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് കീവേഡ് ഈസ് ഫ്രീ ആൻഡ് ഫോറിൻ എന്നുള്ളതാണ്. ഫ്രീ ആണ്. ഫ്രീ എന്ന് വെച്ചാൽ നിങ്ങൾക്കാണെങ്കിൽ രക്തത്തിലൂടെ ഇങ്ങനെ ഒഴുകി വരാം. സോ ടൈപ്പ് 2 ഈ ആന്റിജൻ ഈസ് നോട്ട് ഫ്രീ, ഇറ്റ് ഈസ് ഫിക്സ്ഡ് ആണ്. അപ്പൊ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഫിക്സഡ് ആണ്. അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഇൻട്രിൻസിക് എന്ന വാക്കാണ് ഉപയോഗിക്കുക. ഇറ്റ് ഈസ് ഇൻസൈഡ് അവർ ബോഡി തന്നെ ആയിരിക്കാം, നമ്മുടെ തന്നെ പല കോശങ്ങളിലെ ഏതെങ്കിലും ഭാഗമോ. ഇപ്പൊ ഇതൊരു സെല്ലാണെങ്കിൽ ഈ സെല്ലിന് പുറത്ത് ഇങ്ങനെ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ആ ഒരു സാധനമായിരിക്കാം ആന്റിജൻ ആയിട്ട് വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ അതിലേക്ക് വന്ന് ഒട്ടിച്ചേർന്നിരിക്കുന്ന ഏതെങ്കിലും, ഇപ്പൊ ഇതൊരു മരുന്നാണെന്ന് വിചാരിക്കുക, ഈ മരുന്ന് വന്ന് ഇവിടെ ഒട്ടിച്ചേർന്നിട്ട് നൗ ഇറ്റ് ആക്ട്സ് ആസ് ആൻ ആന്റിജൻ, ഇങ്ങനെ ആയിരിക്കാം മിക്കവാറും. അപ്പൊ പ്രശ്നം ഉണ്ടാവുന്നത് ഇത് എവിടെയാണോ ഒട്ടിച്ചേർന്നിരിക്കുന്നത്, സെല്ലാണെങ്കിൽ അവിടെ മാത്രമായിരിക്കും പ്രശ്നം ഉണ്ടാവുക. സോ ദിസ് ഈസ് ടിഷ്യൂ സ്പെസിഫിക്. ടിഷ്യൂ സ്പെസിഫിക്. ഇപ്പോൾ രക്തക്കുഴലാണെങ്കിൽ അവിടെയാണ്, കിഡ്നിയിലാണെങ്കിൽ അവിടെ മാത്രമേ ഉള്ളൂ പ്രശ്നം. സോ അതുകൊണ്ട് തന്നെ ടിഷ്യൂവിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ ടിഷ്യൂവിന് ദോഷം ഉണ്ടാകും. അല്ലെ, ആന്റിജൻ ആന്റിബോഡി, ഇത് ആന്റിജൻ ആയിട്ടാണ് വർക്ക് ചെയ്തത്. ആന്റിബോഡി വന്ന് ഇവിടെ പിടിച്ചു കഴിയുമ്പോഴത്തേക്കും ടിഷ്യൂവിനാണ് ദോഷം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ സൈറ്റോടോക്സിക് എന്ന വാക്ക് നമ്മൾ ഉപയോഗിച്ചത്. സോ സൈറ്റോടോക്സിക്. അപ്പൊ നമ്മൾ ആന്റിജനെ കുറിച്ചാണ് പറഞ്ഞത്. ആന്റിബോഡിയെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് ടൈപ്പ് 3 വരാം. സോ ഇവിടെ ആന്റിബോഡി എന്ന് പറയുന്നത്, ഈ ആന്റിബോഡി ടൈപ്പ് 1 ഫിക്സ്ഡ് ആണ്. എവിടെയാണ് ഫിക്സ്ഡ്? ഫിക്സ്ഡ് ഓൺ മാസ് സെൽ. ഇത് മാസ് സെൽ ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ ആന്റിബോഡി, ഇതിനകത്തിരിക്കുകയാണ് ആന്റിബോഡി. പക്ഷെ ആന്റിജൻ ഫ്രീ ആണ്. ആന്റിജൻ ഇങ്ങനെ ഒഴുകി നടക്കാം. ആന്റിജൻ പക്ഷെ ഇവിടെ ഒന്ന് വേണമെങ്കിൽ ബൈൻഡ് ചെയ്യാം, അല്ലെ. സോ ഇതിനകത്ത് ദ ആന്റിബോഡി ഈസ് ഫിക്സ്ഡ് ഓൺ എവിടെയാണ്? ഒന്ന് മാസ്റ്റ് സെൽ, പ്രധാനമായിട്ടും മാസ് സെല്ലുകളെ പറ്റിയാണ് നമ്മൾ പറയാ, ഓർ ബേസോഫിൽസിൽ ആയിരിക്കും ഉണ്ടാവുക. ദെൻ ആന്റിബോഡി ഇവിടെ ഏതാണ്? ഇപ്പൊ ആന്റിബോഡിയെ കുറിച്ച് പറയുമ്പോൾ ഏത് തരം ആന്റിബോഡി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമാണ് IgE. ഞാൻ ഈ വലുതായിട്ട് എഴുതിയിട്ടുണ്ട് ബിക്കോസ് ദാറ്റ് ഈസ് IgE ആണ് ടൈപ്പ് 1. സോ ടൈപ്പ് 1 അപ്പൊ നമ്മൾ വേറൊരു പേര് പറഞ്ഞു വിളിക്കും, IgE മീഡിയേറ്റഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് എന്നും നമ്മൾ ഇതിനെ വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ടൈപ്പ് 2 ടൈപ്പ് 2 ഇവിടെ ആന്റിജൻ ഫിക്സ്ഡ് ആണെങ്കിൽ പക്ഷെ ആന്റിബോഡി ഈസ് ഫ്രീ. ആന്റിബോഡി എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് നടക്കും, ബ്ലഡിലൂടെ ഇങ്ങനെ നടക്കുകയാണ് ആന്റിബോഡി. ഏതെല്ലാമാണ് ഈ ആന്റിബോഡി? ഇവിടെ IgE ആണെങ്കിൽ ഇവിടെ IgG ആകാം, IgM ആകാം. പ്രധാനമായിട്ടും IgG തന്നെയാണ്. സോ ബ്ലഡിലുള്ള ആന്റിബോഡി IgG ഓർ M ഏതെങ്കിലും ശരീരഭാഗത്ത് ഫിക്സ്ഡ് ആയിട്ടുള്ള ആന്റിജനിൽ ഇപ്പോൾ ബ്ലഡിലൂടെ ഇങ്ങനെ പോകുന്ന ഇത് ആണ് ആന്റിബോഡി എന്ന് വിചാരിക്കുക. ഇത് ഇവിടെ പോയിട്ട് അങ്ങ് പിടിക്കുകയാണെങ്കിൽ ഇവിടെ പ്രശ്നം ആരംഭിക്കും. സോ അതുകൊണ്ട് ഇത് ടോക്സിക് ടു ദ സെൽ. സോ ടൈപ്പ് 1 ആന്റിജൻ ഫ്രീ ആയിട്ട് വന്ന് ഒട്ടിച്ചേരുന്നത് മാസ് സെല്ലായിരുന്നു. ഇവിടെ ആന്റിജൻ ഫ്രീ ആണ്. ആന്റിജൻ ഇവിടെ വന്നിട്ട് മാസ് സെല്ലിൽ വന്ന് ഒട്ടിച്ചേരുകയാണ്. ഇനി ടൈപ്പ് 3 ടൈപ്പ് 3 ആന്റിജൻ ക്യാൻ ബി എക്സോജീനിയസ്. എക്സോജീനിയസ് എന്ന് വെച്ചാൽ ശരീരത്തിന് പുറത്തുള്ളതാകാം, ഓർ എൻഡോജീനിയസ് ശരീരത്തിന് അകത്തുള്ളതാകാം. പക്ഷെ ബോത്ത് ആർ ഫ്രീ, രണ്ടും ഫ്രീ ആണ്. എന്ന് വെച്ചാൽ ബ്ലഡിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കാവുന്നതാണ് ആന്റിജൻ. അപ്പോൾ ആന്റിബോഡിയോ? ആന്റിബോഡി ഈസ് സെയിം, ഇത് തന്നെയാണ് IgG ഓർ IgM. G അല്ലെങ്കിൽ M ആകാം, രണ്ടും ആകാം. സോ ദാറ്റ് ഈസ് ഓൾസോ ഫ്രീ, അതും ഫ്രീ ആണ്, ബ്ലഡിലൂടെ നടക്കുകയാണ്. സോ ബോത്ത് ആർ ഫ്രീ. ആന്റിജൻ ഇസ് ഫ്രീ, ആന്റിബോഡി ഇസ് ഫ്രീ. അപ്പോൾ ബ്ലഡിൽ വെച്ച് ഇവ കണ്ടുമുട്ടുകയാണെങ്കിൽ ആന്റിജൻ ഇങ്ങനെ പോകുന്നു, ആന്റിബോഡി ഇങ്ങനെ വരും. സോ രണ്ടും കൂടി കണ്ടുമുട്ടുമ്പോൾ ഇറ്റ് ക്യാൻ ഗെറ്റ് ബ്ലഡിൽ വെച്ചിട്ട് കമ്പൈൻ ചെയ്യാം. എന്നിട്ട് കമ്പൈൻഡ് ആന്റിജൻ ആന്റിബോഡി, ആന്റിജൻ ആന്റിബോഡി രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് നടക്കാം. സോ ഇങ്ങനെ നടക്കുന്നതിനെ നമ്മൾ ഇമ്മ്യൂൺ കോംപ്ലക്സ് എന്നാണ് വിളിക്കുക. സോ ഇമ്മ്യൂൺ കോംപ്ലക്സ്, അതുകൊണ്ടാണ് നമ്മൾ ടൈപ്പ് 3 ആസിഡിലെ I ഈസ് ഇമ്മ്യൂൺ കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത്. സോ റിയാക്ഷൻ അപ്പോൾ എവിടെ വെച്ച് നടക്കാം? ഇത് മൂലമുള്ള പ്രശ്നം എവിടെ വെച്ചാണ്? ഇവിടെ വെച്ച് നടക്കാം, ബ്ലഡ് വെസലിൽ വെച്ച് നടക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗനിൽ പോയി അടിഞ്ഞുകൂടിയാൽ അവിടെ വെച്ച് നടക്കാം. സോ ഇറ്റ് ക്യാൻ ബി ഇൻ ദ സർക്കുലേഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും സെല്ലിന്റെ ബേസ്മെന്റ് മെംബ്രെയിനിൽ പോയി അടിഞ്ഞാൽ അവിടെ വെച്ചും നടക്കാം. സോ ഇമ്മ്യൂൺ കോംപ്ലക്സ് ഉണ്ടായ മൂലമുള്ള പ്രശ്നമാണ്. സോ ടൈപ്പ് 3 നമ്മൾ അപ്പോൾ ഇമ്മ്യൂൺ കോംപ്ലക്സ് റിയാക്ഷൻസ് ഓർ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് എന്നാണ് നമ്മൾ പറയുക. ഇനി ടൈപ്പ് 4 ടൈപ്പ് 4 നമ്മൾ ആന്റിബോഡിയെ കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല, ആന്റിജനെ കുറിച്ചും സംസാരിക്കുന്നില്ല. സോ ദർ ഈസ് നോ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ. ആന്റിജനും ആന്റിബോഡിയും തമ്മിലുള്ള റിയാക്ഷൻ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവയെ ക്ലാസിഫൈ ചെയ്തത്, സെപ്പറേറ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തത്. സോ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ ഇല്ല. പിന്നെ ആരാണത് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് T സെൽസ് ആണ്.
T cell. So ഇവ എന്ത് ചെയ്യുന്നു വെച്ചാൽ they will produce cytokines ഉണ്ടാക്കും. Cytokines ഉണ്ടാക്കും ഏതൊക്കെയാണ്? One interferon ഗാമ പോലെയുള്ള ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടായിരിക്കും ഈ ഏതാണ് ആന്റിജൻ എന്ന് പറയുന്ന അതിനെ നശിപ്പിക്കുക. സോ ഇതാണ് ബേസിക് വ്യത്യാസം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. ആദ്യം നമുക്ക് ടൈപ്പ് 1 ഉദാഹരണങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് കാര്യങ്ങൾ മെക്കാനിസവും ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ ടൈപ്പ് 1 ഉണ്ടാക്കുന്ന ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒന്ന് പോളൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ മൈറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ബീ സ്റ്റിങ്സ് ആയിരിക്കും, തേനീച്ചയൊക്കെ കുത്തുന്ന, അല്ലെങ്കിൽ മരുന്നുകൾ, ഡ്രഗ്സ് ആയിരിക്കാം, ഫുഡ് ആയിരിക്കാം. സോ ഇതൊക്കെയാണ്, അല്ലെങ്കിൽ മറ്റ് പല എക്സോജീനസ് ആയിട്ടുള്ള പല സാധനങ്ങളൊക്കെ ആയിരിക്കാം ഉണ്ടാകും. സോ ഇവ ഉണ്ടാക്കുന്ന എന്തൊക്കെയാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹൈവ്സ്, അല്ലെ, ഹൈവ്സ്, ആർട്ടിക്കേറിയ, ദെൻ എക്സീമ, സ്കിൻ പ്രോബ്ലംസ് ഒക്കെയാണ് പെട്ടെന്ന് നമ്മൾ കാണുന്നത്. ദെൻ സീരിയസ് ആയിട്ട് നമ്മൾ കാണുന്നത് അനാഫിലാക്സിസ് ആണ്. സോ ദിസ് ഈസ് ദ മോസ്റ്റ് സ്ട്രോങ്സ്റ്റ്. നമ്മളെല്ലാം പറഞ്ഞത് ടൈപ്പ് 1 എ ആണ്. 3 A ആണ് നമ്മൾ പറഞ്ഞത്. അറ്റോഫി, അലർജി, അനാഫിലാക്സിസ് ഓർത്തിരിക്കുക, കോഡാണ്. സോ അനാഫിലാക്സ് ആണ് ഇതിൽ ഏറ്റവും സീരിയസ് പ്രശ്നം. ഇപ്പോൾ റെസ്പിറേറ്ററി ആൻഡ് കാർഡിയോവാസ്കുലർ പ്രോബ്ലം, ഇതെല്ലാം സ്കിൻ പ്രോബ്ലം ആയിരുന്നു. റെസ്പിറേറ്ററി ഓർ കാർഡിയോവാസ്കുലർ പ്രോബ്ലം ആണ് അനാഫിലാക്സിസ് എന്ന് പറയുന്നത്. ആന്റിബോഡി മാസ് സെൽസിനെ ഡീഗ്രാനുലേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ഹിസ്റ്റമിൻ ആണ് റിലീസ് ചെയ്യുക. ഈ ഹിസ്റ്റമിൻ റിലീസ് ചെയ്യുന്നത് മൂലമാണ്. സോ ഇതാണ് മാസ് സെൽ എങ്കിൽ ആന്റിബോഡി ഇവിടെ ഇരിക്കുന്നു, ഇവിടെ നിന്ന് ആന്റിജൻ പിടിക്കുന്നു, ഇവിടെ വേറെ പ്രോസസ് ഒക്കെ ഉണ്ട്. എന്തായാലും ഇതാണ് മാസ് സെൽ. ഈ മാസ് സെല്ലിനകത്ത് പ്രീഫോംഡ് ആയിട്ടുള്ള ഹിസ്റ്റമിൻ പുറത്തേക്ക് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക. ദെൻ അനദർ സെൽ ഈസ് ഇസിനോഫിൽ എന്ന് പറയുന്ന സെല്ലും ഈ സമയത്തൊക്കെ ആക്റ്റീവ് ആണ്. ദെൻ ഈ അറ്റോഫി ഓർ സ്കിൻ റിയാക്ഷൻ എന്ന് വെച്ചാൽ അറ്റോഫി ഈസ് ലൈക്ക് ലോക്കലൈസ്ഡ് അനാഫിലാക്സിസ് ആണ്. ലോക്കലൈസ്ഡ് അനാഫിലാക്സിസ് 20% ആളുകളിൽ കാണുന്ന, ലോകത്തിലെ 20% പേരിലും കാണുന്ന പ്രശ്നമാണ് ഈ അറ്റോഫി, ലോക്കലൈസ്ഡ് സ്കിൻ റിയാക്ഷൻസ് ഓർ അനാഫിലാക്സിസ് കണ്ടീഷൻസ്. ഓർ ഏറ്റവും പ്രധാനം ക്ലാസിക് എക്സാമ്പിൾ അലർജിക് റൈനൈറ്റിസ്, മൂക്കൊലിപ്പാണ്, തുമ്മൽ, ജലദോഷം ഇങ്ങനെയൊക്കെ വരുന്നത് അലർജി മൂലമുള്ള പ്രശ്നമാണ്. ദെൻ ആസ്മറ്റോപ്പിക് ആണ്, അലർജിക് ആസ്മ. ദെൻ ഫുഡ് അലർജി ഉണ്ടാവുന്നത് നട്ട്സ് ഉണ്ടാകാം, എഗ് ആയിരിക്കാം, അല്ലെങ്കിൽ സീ ഫുഡ് ഇമ്പോർട്ടന്റ് അലർജി കാര്യമാണ്. സോ സീ ഫുഡ് ഒക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും GI മ്യൂക്കോസ അവിടെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ വരും. ദെൻ ക്യാൻ അഫക്ട് സ്കിൻ ഓൾസോ. ദെൻ അടുത്തത് എറ്റോപിക് ഡെർമറ്റൈറ്റിസ് ആണ്. എറ്റോപിക് ഡെർമറ്റൈറ്റിസിനെ നമ്മൾ അലർജിക് എക്സീമ എന്നും വിളിക്കാം. ഇത് സാധാരണ യങ് ചിൽഡ്രനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ടൈപ്പ് 2ന്റെ എക്സാമ്പിൾസ്. ടൈപ്പ് 2ന്റെ എക്സാമ്പിൾസ് എന്ന് വെച്ചാൽ ഇവിടെ ആന്റിജൻ ഒരു സെല്ലിൽ ഫിക്സ്ഡ് ആണ്. ഇപ്പോൾ ഇതൊരു സെല്ലാണെങ്കിൽ ഇവിടെയാണ് ആന്റിജൻ ഇരിക്കുന്നത്. ആന്റിബോഡി ഇവിടെ വന്ന് ഫിക്സ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ സൈറ്റോടോക്സിക് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. സോ ഏതൊക്കെയാണ്? റുമാറ്റിക് ഫീവർ ആണ് ഒരു എക്സാമ്പിൾ. ദെൻ ഗുഡ് പാസ്റ്റേഴ്സ് ഡിസീസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. ഹീമോലിറ്റിക് അനീമിയ ഓഫ് ന്യൂ ബോൺ. പിള്ളേരിൽ ഉണ്ടാകുന്ന ഹീമോലിറ്റിക് ഡിസീസസ്, അനീമിയ വേണ്ട, ഡിസീസ്, HDN എന്നാണ് നമ്മൾ അതിനെ അബ്രിവേറ്റ് ചെയ്യുക. ദെൻ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് അമ്മയുടെയും കുഞ്ഞിന്റെയും ബ്ലഡ് ഗ്രൂപ്പ് വ്യത്യാസം വരുന്നതുകൊണ്ടുണ്ടാവുന്നതാണ്. ദെൻ പിന്നെ നമുക്ക് ആഡ് ചെയ്യാവുന്നത് മയസ്തീനിയ, നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ദെൻ വേറെ ആഡ് ചെയ്യാവുന്നത് ഗ്രേവ്സ് ഡിസീസ് ആണ്. ടൈപ്പ് 3 എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ടൈപ്പ് 3 എക്സാമ്പിൾ ഇവിടെ എന്താണ്? ആന്റിജൻ ഉണ്ട്, ആന്റിബോഡി ഉണ്ട്. ഇത് രണ്ടും കൂടി കോംപ്ലക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളാണ്. കറങ്ങി നടക്കുമ്പോൾ എവിടെയാണ് പ്രശ്നം അവിടെയൊക്കെ ഉണ്ടാക്കാം. ബ്ലഡിലാണെങ്കിൽ സിറം സിക്നസ് ആണ് ഫേമസ്. ദെൻ SLE, സിസ്റ്റമിക് ലൂപ്പസ് എറിത്രിമാറ്റോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ട്. ആർത്രൈറ്റിസ് ഉണ്ടാക്കാം, ഗ്ലോമറുലാർ നെഫ്രൈറ്റിസ് ഉണ്ടാക്കാം. ദെൻ ലോക്കലൈസ്ഡ് ആണെങ്കിൽ അതിനെ നമ്മൾ ആർതസ് റിയാക്ഷൻ എന്നാണ് പറയാം. ഏതെങ്കിലും സ്ഥലത്ത് കറങ്ങി നടക്കുന്ന ഇത് ഏതെങ്കിലും സ്ഥലത്ത് വന്ന് ഫിക്സ് ചെയ്തിട്ട് അവിടെ മാത്രം പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ലോക്കലൈസ്ഡ്. ടൈപ്പ് 3 ആണെങ്കിൽ ആർതസ് റിയാക്ഷൻസ് ആണ് ഉണ്ടാക്കുക. ഇനി നമുക്ക് പറയുന്നത് ടൈപ്പ് 4ന്റെ എക്സാമ്പിൾ ആണ്. ടൈപ്പ് 4 നമ്മൾ പറഞ്ഞത് ഇത് ഡിലേഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഉദാഹരണം, മിനിമം 72 മണിക്കൂറെങ്കിലും പിടിക്കും ഇത് ഒന്നുണ്ടായി വരാനായിട്ട്. 72 hours എങ്കിലും എടുക്കും. സോ സാധാരണ നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന ഏതാണ്? ട്യൂബർകുലിൻ ടെസ്റ്റ് TB ഉണ്ടോ എന്നറിയാനായിട്ട് കൊടുത്തിട്ട് നമ്മൾ 72 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നോക്കുന്നത്. സോ ദാറ്റ്സ് എ ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കോൺടാക്ട് ഡെർമറ്റൈറ്റിസ് D4 delayed. ദെൻ ഡയബറ്റിസ് മെലിറ്റസ് D4 delayed. ദെൻ കോൺടാക്ട് ഡെർമറ്റൈറ്റിസിന്റെ കൂടെ എഴുതാവുന്ന പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ നമുക്ക് എഴുതാവുന്ന റാഷസ്. ദെൻ SJS, സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം എന്നൊക്കെ പറയുന്നത്. ദെൻ പിന്നെ നമുക്ക് എഴുതാവുന്ന പ്രധാനപ്പെട്ട ഒരു അസുഖം TB ആണ്. മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ഒരു എക്സാമ്പിൾ ആണ്. ദെൻ ചില ഹിസ്റ്റോപ്ലാസ്മ ക്യാപ്സുലേറ്റം എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കാം. ദെൻ ക്രിപ്റ്റോകോക്കസ്, ഇതൊക്കെ ഫംഗയാണ്. ക്രിപ്റ്റോകോക്കസ് നിയോഫോമൻ, കാൻഡിഡ ഉണ്ടാക്കാം. ദെൻ ന്യൂമോസിസ്റ്റിസ് ജെറോവിക്കി ഓർ പണ്ടത്തെ പേര് കരീനി, ന്യൂമോസിസ്റ്റിസ് കരീനി ഉണ്ടാക്കാം. ദെൻ വൈറസ് ഉണ്ടാക്കാവുന്നത് മീസിൽസ് ഉണ്ടാക്കാം, ഹെർപ്പസ് സിംപ്ലക്സ് ഉണ്ടാക്കാം, സ്മോൾ പോക്സോ. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ദീസ് ഓൾ ആർ ഇൻട്രാസെല്ലുലാർ ഓർഗാനിസം ആണ്.
ഇൻട്രാസെല്ലുലാർ ഓർഗാനിസം. വേറെ ഇപ്പോൾ പറയുകയാണെങ്കിൽ ബ്രൂസെല്ല ഇൻട്രാസെല്ലുലാർ ആണ്, ലിസ്റ്റീരിയ ഇൻട്രാസെല്ലുലാർ ആണ്. സോ ഇങ്ങനെയുള്ള ഇൻട്രാസെല്ലുലാർ പാത്തജൻസ് ആണ് അധികം ഉണ്ടാക്കുന്നത്. ഇൻട്രാസെല്ലുലാർ പാത്തജൻസ് എന്ന് വെച്ചാൽ ഇത് സെല്ലിനകത്ത് കയറി ജീവിക്കുന്നവരെയാണ് നമ്മൾ ഇൻട്രാസെല്ലുലാർ പാത്തജൻസ് ഉണ്ടാക്കുന്നത്. സോ ഇവയൊക്കെ ഉണ്ടാക്കുന്നത് മിക്കവാറും കേസിയേറ്റിംഗ് ടൈപ്പ് ഓഫ് നെക്രോസ് ആണ്, അല്ലെങ്കിൽ എന്താ പറയാ ഗ്രാനുലോമ ടൈപ്പ് എന്നൊക്കെ ആയിരിക്കും നമ്മൾ പറയുക. TB ഒക്കെ നമുക്ക് നോക്കാം, TB ഗ്രാനുലോമ ഒക്കെ എല്ലാം ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് മെക്കാനിസംസ് പാർട്ട് 2 കാണാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.